ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ. നമ്മുടെ ഈ ഒരു ചൂടിനും അതേപോലെ തന്നെ ക്ഷീണത്തിനൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ നല്ലൊരു കൂളായിട്ടുള്ള ഡ്രിങ്ക് കുടിക്കാൻ എല്ലാവർക്കും താല്പര്യമല്ലേ. അപ്പോൾ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു അടിപൊളി ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. വയറിനൊക്കെ നല്ല പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള അടിപൊളി ഡ്രിങ്ക്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം ഇഫ്താറിന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഐറ്റം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നമുക്കുള്ള ഈ പുറത്തെ ഈ ഒരു ചൂടിനെ അതിജീവിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി എന്ന് തന്നെ പറയാം കേട്ടോ. നമുക്ക് ക്ഷീണം മാറാനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഉഷാറിനും ഉന്മേഷത്തിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്, 2 തണ്ട് പുതിനയില എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാട്ടോ. അപ്പം ഇത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാം. പിന്നെ ഇതാ നമ്മൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പനിക്കൂർക്ക. ഇത് നമുക്ക് മൂക്കടപ്പ്, ജലദോഷം, തൊണ്ടവേദന, കഫക്കെട്ട് ഒക്കെ വരുമ്പോൾ നമ്മൾ പിള്ളേർക്ക് വാട്ടിയിട്ട് നമ്മളിതിൻ്റെ നീര് നമ്മൾ കൊടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഒരു വെള്ളം നമ്മൾ ചെറിയ പിള്ളേർക്കടക്കം നമ്മളിത് കൊടുക്കാറുള്ളതാട്ടോ. അപ്പോൾ നമുക്ക് നല്ല തൊണ്ടയിലുള്ള കഫക്കെട്ടൊക്കെ മാറിക്കിട്ടാനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ വലിയവർക്കാണെങ്കിൽ നമുക്ക് ചുമ, ജലദോഷം, കഫക്കെട്ട്, പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മളിത് 2 തണ്ട് ഇല പൊട്ടിച്ചിട്ട് നമ്മൾ ചായ റെഡിയാക്കി എടുക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നല്ല വെറും വയറ്റിൽ നമ്മളിത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസമാട്ടോ. നമുക്ക് ഉണ്ടാകുന്ന എല്ലാ തൊണ്ടക്കുള്ള ബുദ്ധിമുട്ടുകൾ, കഫക്കെട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാനിതാ മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇഞ്ചി, പച്ചമുളക്, പുതിനയില, പനിക്കൂർക്ക, ഇത്രയും നമ്മൾ ഈ ഒരു ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇനി നമുക്കിതൊരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇവിടെ നല്ല ഐസ് വാട്ടറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാനിതൊരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഒരല്പം വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞങ്ങ് ഒഴിക്കും. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, ഒത്തിരി വേണ്ട കേട്ടോ, വളരെ കുറച്ച്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ പഞ്ചസാര. നമ്മൾ ഐസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മാറ്റിയെടുത്ത അതേ ബൗളിലേക്ക് തന്നെ നമ്മളിതാ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഈ ഒരു ചൂടിനൊക്കെ നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ നമുക്ക് നല്ലൊരു കൂൾ വാട്ടർ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സമാധാനമല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകൾ വെച്ചിട്ട് ഇതേപോലൊക്കെ ഡ്രിങ്ക് റെഡിയാക്കി നമ്മൾ ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോയി വരുമ്പോൾ എടുത്ത് കുടിക്കാനൊക്കെ നല്ല അടിപൊളിയാട്ടോ. അപ്പം നമുക്ക് അതേപോലെ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇതേപോലെയൊക്കെ റെഡിയാക്കിയിട്ട് കുടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.